ഒന്നാം ക്ലാസ്സിലെ ആദ്യാക്ഷരം കുറിച്ചു തന്ന പത്മാവതി ടീച്ചർ, രണ്ടാം ക്ലാസ്സിലെ രുക്മിണി ടീച്ചർ, മൂന്നിലെ ജാനകി ടീച്ചർ, നാലിൽ ലക്ഷ്മി ടീച്ചർ. ഈ 4ാം ക്ലാസ് വരെയുള്ള അനുഭവത്തിൽ മൂന്നാം ക്ലാസ്സിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം ഇതായിരുന്നു അവൾക്ക്. കുട്ടികൾ 2 പേരും വലിയ കുടുംബത്തിൽ നിന്ന്, അതായത് പണക്കാരായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഒന്നൊരു ടീച്ചറിൻ്റെ മകളും മറ്റേതൊരു വക്കീലിൻ്റെ മകളും. അതായത് ടീച്ചറിൻ്റെ മാർക്ക് കുറഞ്ഞാൽ ടീച്ചർ വല്ലാതെ വഴക്ക് പറയും. ഈ കുട്ടികൾക്ക് 2 പേർക്കും ലക്ഷ്മിക്കുട്ടിയേക്കാൾ മാർക്ക് പലപ്പോഴും കുറവായിരുന്നു. 1-2 മാർക്ക് കുറവായിരിക്കും. അപ്പോൾ പേപ്പർ കിട്ടുന്ന ദിവസം ടീച്ചർ അവരെ 2 പേരെയും വഴക്ക് പറയും. കണ്ടോ, ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ആ കുട്ടി എത്ര നന്നായി പഠിക്കുന്നു, നിങ്ങളെന്താ ഇങ്ങനെ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും നിങ്ങൾ പഠിക്കാതെ എത്തുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിയൊക്കെ കിട്ടാറും. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പേപ്പറൊക്കെ തന്ന് പോയ ഉടനെ ഈ കുട്ടികൾ 2 പേർക്കും ദേഷ്യം തീർക്കാനായിട്ട് അവൾ ഈ ലക്ഷ്മിക്കുട്ടിയുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവിടുന്ന് 2 വശത്ത് നിന്നുകൊണ്ടും ഇവളെ വഴക്ക് പറയും, അടിക്കും, പിച്ചും. കൂടാതെ ആ കാലത്തെ കുട്ടികൾ വലിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വരിക. ഒരു ദിവസം ഇതുപോലെ പേപ്പർ കിട്ടി അവർക്ക് അടിയൊക്കെ കിട്ടിയപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് വന്നിരുന്ന് ഇവർ 2 പേരും ചെരുപ്പ് കുട്ടിയുടെ കാലിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ തിരുമ്മി ഉരച്ചു. അവസാനം വേദന കൊണ്ട് ആ കുട്ടി കരയാൻ തുടങ്ങി. കരയുന്നത് കേട്ടപ്പോൾ മറ്റു കുട്ടികൾ വന്നു. ഇവർ 2 പേരും വേഗം അവിടെ നിന്നും മാറി. അപ്പോൾ ഈ വേദന വെച്ച് കുട്ടികൾ പോയി ടീച്ചറിനോട് പറഞ്ഞു, ലക്ഷ്മിക്കുട്ടി കരയുന്നു, അവളുടെ കാലിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്, ഇവർ 2 പേരും ഉപദ്രവിച്ചിട്ടാണ് എന്നൊക്കെ മറ്റു കുട്ടികൾ പറഞ്ഞു. അപ്പോൾ ഈ ഉപദ്രവിച്ച കുട്ടികളുടെ ടീച്ചറുടെ നടിയൊക്കെ കിട്ടി. പിന്നെ ഈ ലക്ഷ്മിക്കുട്ടിക്ക് എന്നും ഭയമായിരുന്നു ഈ 2 കുട്ടികളെയും. ഇവരോട് സംസാരിക്കില്ല, അവരോട് കൂട്ടുകൂടില്ല. പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ എപ്പോഴും ഭയത്തോടു കൂടിയാണ് കുട്ടിയിരിക്കുക. അഥവാ അവരെക്കാളും മാർക്കുണ്ടെങ്കിൽ ഈ കുട്ടികൾ 2 പേരും വന്ന് വഴക്ക് പറയും എന്ന് പേടിച്ചിട്ട്. പക്ഷേ ആ കാലത്തിനൊരു സന്തോഷം. ഈ സമയങ്ങളിലൊക്കെ അവളുടെ വീട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് കുട്ടികൾ ഒന്നിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഉമ്മറത്തിരുന്ന് വിളക്കൊക്കെ വെച്ച് സന്ധ്യയ്ക്ക് നാമജപം ചെയ്യും. നാമം ജപിച്ചതിന് ശേഷം ഗുണനപ്പട്ടിക ചൊല്ലും. ഓരോരുത്തരും ഓരോ ഗുണനപ്പട്ടിക ചൊല്ലും. ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വലിയച്ഛനും അച്ഛനും ഇളയച്ഛനും ഒക്കെ വരുന്നത്.